സംസാരിക്കാം. നീ ഇംഗ്ലീഷ് സംസാരിക്കണ്ടവയാ? നീ എഴുതൂ, പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നീ എഴുതാറുണ്ടോ? നീ കഴിക്കാറുണ്ടോ? എന്ത് കാര്യം ചെയ്യാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയാ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ എന്ത് ഉപയോഗിക്കണം? ഇവിടെ എടുത്തിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചോ? നീ കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷ് സംസാരിച്ചോ? കഴിഞ്ഞ കൊല്ലം നീ ഇംഗ്ലീഷ് സംസാരിച്ചോ? അത് നമ്മൾ പഠിച്ചു, വീട്ടിൽ വെച്ച് നമ്മള് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഭാവി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ നീ നാളെ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അല്ലെങ്കിൽ എന്താ പറയാ? ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുമോ? അല്ലെങ്കിൽ എന്താ പറയാ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? കടത്തി പറയും. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കണോ? ഞാൻ സംസാരിക്കട്ടെ? അല്ലെങ്കിൽ എന്താ പറയാ? അല്ലെങ്കിൽ എന്താ പറയാ? Do, did, will, would, can, could, should, shall, may, might, must. Need to, may to, used to പഠിച്ചില്ല. ഉണ്ടല്ലേ? ഒന്നാമത് എടുക്കണ്ടേ? സോറി. It's to, out to, there to, yes. You need to speak English. You get to speak English. You used to speak English. You ought to speak English. You must speak English. Okay. ഇംഗ്ലീഷ് പറയാം. നിങ്ങൾ ഏറ്റവും അർത്ഥമാക്കുന്ന, ഏറ്റവും സുഖമാക്കുന്ന ഒരു 27 അക്ഷരം തരാൻ പോകണം. 27 പറയാൻ പോവാണേ. കുട്ടികൾ എഴുതിയിട്ടോ മുന്നിൽ പരിപാടികൾ അതിലേക്ക് കഴിക്കാം. ഓക്കെ, ഇംഗ്ലീഷിനെ ക്ലാസ്സുണ്ട്. സ്വാമിയിലേക്കാക്കണം. സ്വാമിയിലേക്കാണെന്ന് പറഞ്ഞ മക്കളുടെ സഹായമായിട്ടുള്ള ക്ലാസ്സുണ്ട്. ഞാൻ കുറച്ച് പറയാം. ഉറപ്പല്ലേ? രാത്രി ഇനി തെറ്റിയത് കേട്ടോ. 1 2 3 3 3 3 3 2. Wow, great. ഇത് നമുക്ക് പറയാം. Wherever is your mind, there is your heart. നിങ്ങളെ ബോഡിയിലോട്ട് നിങ്ങളുടെ മനസ്സ് കാണുന്നില്ല, പക്ഷെ മനസ്സിലോട്ട് നിങ്ങളുടെ ബോഡി അതാണ് എനിക്ക്. നിങ്ങൾ എല്ലാവരും മനസ്സിലൂടെയാണ് ലേണിംഗ് ഒരു പ്രത്യേകത. Wherever is the 5 senses included, എവിടെയാണോ നിങ്ങളുടെ 5 ഏരിയകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ മെമ്മറി സ്ട്രോങ് ആവും. സെൻസ് കുറയും തോറും മെമ്മറി ലെസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കണ്ടതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ 5 സെൻസ് ഉണ്ട്. നാക്കുണ്ട്, മൂക്കുണ്ട്, തൊക്കുണ്ട്, ചെവിടുണ്ട്, കണ്ണുണ്ട്. അതുകൊണ്ടാണോ വേറെ എന്തൊക്കെ ശബ്ദം പോയില്ല. അപ്പുറത്തോട്ട് ഫുൾ കോൺസെൻട്രേഷൻ ആണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ, ഇല്ല, നാക്കില്ല, നാക്കാൻ നേരം ചടങ്ങിയാവും. മൂക്ക നല്ല പിള്ളപ്പിന് മണമല്ല അവിടെ ഇല്ലേ. കണ്ണെടുക്കാം, കണ്ണേ ദിവസം എങ്ങനെ ഇല്ലേ. ചെവിടെടുക്കാം, ഞാനിങ്ങനെ നമ്മൾ കുറ്റം പറയണ്ടോ. സി അതുകൊണ്ടാണ് ഭാഷ പറഞ്ഞത്. എങ്ങനെയാണ് 5 സെൻസ് എന്നത് അത് നിങ്ങൾ മനസ്സിലാവും. അപ്പോ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? 5 സെൻസ് വരാം.
ഓക്കെ മറ്റു സെക്ഷനാണ്. ഇനി ഞാൻ എന്തെങ്കിലും തുടങ്ങാണ്, നിങ്ങൾ തുടങ്ങാൻ കേട്ടോ. ഞാൻ സംസാരിക്കാണ്. ഓക്കെ ഐ സ്പീക്ക്. ഐ സ്പീക്ക്. ഫസ്റ്റ് വണ്ണാണ് ഐ സ്പീക്ക്. ബ്രാക്കറ്റ് കൊടുത്തോളൂ. ഐ ടു സ്പീക്ക്. ഐ സ്പീക്ക്. ബ്രാക്കറ്റ് കൊടുത്തോളൂ. ഐ ടു സ്പീക്ക്. എഴുതില്ല എടുത്തതാണ്. I speak. 27 എഴുതാം. I speak. Bracket കൊടുത്തോളൂ. I too speak. Second one. She speaks. Bracket കൊടുത്തോളൂ. She does speak. മൂന്നാമത്തത്. She spoke. അല്ലെങ്കിൽ I spoke. ഞാൻ സംസാരിച്ചു. ബ്രാക്കറ്റ് കൊടുത്തോളൂ. I did speak. നാലാമത്തത്. ഞാൻ സംസാരിക്കും. I will speak. ഞാൻ ഒന്ന് ഇതാണ്. 5 I would speak. 6 I can speak. അപ്പൊ നമ്മൾ എടുത്താണ് കേട്ടോ. 7 I could speak. 8 I shall speak. ഞാൻ സംസാരിക്കും. 9 I should speak. 10 I may speak. I want to speak. I must speak. ഇതിലെ I speak. മലയാളം വേണം. ഞാൻ സ്ഥിരം സംസാരിക്കാറുണ്ട്. She speaks. അവൾ സ്ഥിരം സംസാരിക്കാറുണ്ട്. I spoke. ഞാൻ സംസാരിച്ചു. I will speak. ഞാൻ സംസാരിക്കും. I will speak. ഞാൻ സംസാരിക്കും. I can speak. എനിക്ക് സംസാരിക്കാൻ കഴിയും. I could speak. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. I shall speak മോശെ. ഞാൻ സംസാരിക്കാം. I should speak. എനിക്ക് സംസാരിക്കണം. I may speak. ഞാൻ ചിലപ്പോൾ സംസാരിക്കും. I might speak. സെയിം മീനിങ്ങിനെ I might speak.